Hi all, this is Cock. The Venom Beneath can't be suppressed anymore. കളങ്കാവൽ സിനിമ മമ്മൂക്ക കാൺ സ്റ്റോപ്പ് റൈസിങ് യു. കാരണം ഈ ഒരു സിനിമ വെറും ഒരു നോർമൽ സസ്പെൻസ് ത്രില്ലറായി പോയനെ അൺലെസ് ആൻഡ് അൻറ്റിൽ ഇതിലെ കാസ്റ്റിംഗ് അദ്ദേഹം വെച്ചു മാറിയത്. അതായത് മമ്മൂക്ക വില്ലൻ, വിനായകൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, നായകൻ. ആ ഒരു വെച്ചുമാറലുണ്ടല്ലോ, ആ ഒരു വെച്ചുമാറൽ സിനിമയുടെ ഡൈനാമിക്സ് ആകെ മാറിപ്പോയി. നമ്മുടെ കാഴ്ചയുടെ പെർസ്പെക്റ്റീവും ആ ഒരു സിനാരിയും എല്ലാം മാറിയിട്ട് ഭയങ്കര ഫ്രഷ്നെസ്. അതിന് ദ ഹോൾ ക്രെഡിറ്റ് ഗോസ് ടു മമ്മൂക്ക. മമ്മൂട്ടി കമ്പനി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ പെർഫോമൻസ്, നടിപ്പ്. അതായത് ബ്രഹ്മയുഗം കണ്ട സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അത്തരം സബ്ജക്റ്റുകളിൽ ക്യാരക്ടറായി മാറിയിട്ട് മമ്മൂക്കയുടെ ഒരംശം പോലും ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂല. മുൻകാല മമ്മൂക്ക ചിത്രങ്ങളിലെ ഒരു കഥാപാത്രമായിട്ടും നിങ്ങൾക്ക് സാമ്യം തോന്നില്ല. ഇനി നിങ്ങൾ എപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മരണം വരെ നിങ്ങൾക്ക് ഓർമ്മയുള്ള കാലത്തോളം ഇതിലൊരു സ്റ്റില്ല് കണ്ടാൽ നിങ്ങൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നിങ്ങൾ പറയും ഇത് കളങ്കാവലാണ്, ഇത് കളങ്കാവലെ മമ്മൂക്കയാണ്. ദാറ്റ്സ് ദ ഡിഫറൻസ്. അതായത് മമ്മൂക്കയുടെ ആക്ടിങ്ങിനെ കണ്ടുകൊണ്ടിരിക്കുക. 2 മണിക്കൂർ 24 മിനിറ്റുള്ളൊരു സിനിമയാണ്. ഒരു നിമിഷം പോലും സിനിമയുടെ പുറത്തേക്ക് ഞാൻ പോയിട്ടില്ല. അത് കംപ്ലീറ്റ്ലി മേഴ്സ് വിത്ത് ദ ഫിലിം. സിനിമയ്ക്ക് അകത്തേക്ക് കയറി. അതാണ് ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് 1 മണിക്കൂർ കൊണ്ട് ഫസ്റ്റ് ഹാഫ് ആവുന്നു. അതിനുശേഷം പിന്നീട് സെക്കൻഡ് ഹാഫിലൊക്കെ സിനിമ ഇങ്ങനെ പോവാ. അതായത് ഭയങ്കരമായിട്ടുള്ള സിനിമാറ്റിക് ആയിട്ടുള്ള ഷോർട്സും കട്ട്സും സ്കോറും അങ്ങനത്തെ എലിവേഷൻ മൊമെന്റ്സും വാവ് മൊമെന്റ്സും അതൊന്നുമല്ല. ആ സിനിമയിലൂടെ കഥാപാത്രങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുക. അതിൽ പെർഫോമൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ കാസ്റ്റിംഗ്, വിനായകൻ സച്ച് ആൻ ആക്ടർ. വിനായകൻ ആ കഥാപാത്ര പോലീസ് ഓഫീസറായിട്ട് എന്ത് കിട്ടില്ല. അതായത് ഈ സിനിമയുടെ തുടക്കത്തിൽ മമ്മൂക്ക സീരിയൽ കില്ലറാണല്ലോ. ഇതിൽ സ്റ്റോറിയൊക്കെ എല്ലാവർക്കും അറിയാം. സൈനയുടെ നാരായണൻ്റെ കഥയെ അറിയാം. അത് എക്സാക്ട് ആ സ്റ്റോറി എന്നല്ല, പക്ഷെ ഇതിൻ്റെ ഒരു പ്ലോട്ട് നിങ്ങൾക്ക് അറിയാം, ത്രെഡ് നിങ്ങൾക്ക് അറിയാം. അപ്പം മമ്മൂക്കയെ കാണിക്കുന്ന സമയത്ത് വളരെ വളരെ നാഗർകോയിലുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള ആള്. സാധാരണക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രോ ഒന്നല്ല. പുള്ളിയെ സില്ലിയായിട്ട് കാണിക്കുമ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഫസ്റ്റ് കില്ലിങ്ങിൽ കയ്യടിയാണ്. അപ്പം കില്ലിങ്ങിൽ കയ്യടിക്കണമെങ്കിൽ സാധാരണ നമുക്കൊരു എമ്പതി തോന്നിയിട്ട് ഒരു സ്ത്രീയെ കൊല്ലുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നണ്ട. ഇത് കില്ലിങ്ങിൽ കയ്യടിപ്പിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യം കൊണ്ടാണ്. ഒന്ന്, മമ്മൂക്കയാണ് കില്ല് ചെയ്യുന്നത്. 2, കഥാപാത്രത്തിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഡെപ്ത്. അദ്ദേഹം ആ കഥാപാത്രമായി മാറിയിട്ട് അദ്ദേഹത്തിന് ആക്ടിങ്ങിനാണ് കൈയ്യടി. അദ്ദേഹം സിഗരറ്റ് വലിക്കുന്ന രീതി, സിഗരറ്റ് യൂസ് ചെയ്ത പ്രോപ്പർട്ടി യൂസ് ചെയ്ത രീതി, അതിൽ പല സംഭവമുണ്ട്. സിഗരറ്റ് ചവയ്ക്കുന്നത്, ആ കൊല്ലുമ്പോൾ